എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. ഞാൻ ഇന്ന് നിങ്ങളെല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പലപ്പോഴും നമ്മൾ ഈ വീഡിയോകളിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാറ്. വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനുള്ള അറിവും എനിക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ ജീവിതത്തെ പലപ്പോഴും മാറ്റിമറിക്കാറുള്ളത്, അല്ലെങ്കിൽ ശാന്തമായിട്ട് നല്ല സന്തോഷകരമായിട്ട് സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്ന ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ മാറ്റുകയാണെങ്കിൽ, ചെറിയ സ്വഭാവങ്ങൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ, ചില ചിന്താഗതികൾ നമ്മൾ മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മളൊന്ന് മാറ്റി ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ചിന്താ രീതി, ചിന്തിക്കുന്ന ആ ഒരു വിധം ഒന്ന് മാറ്റുകയാണെങ്കിൽ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങളും ഗുണങ്ങളും വരാൻ സാധ്യതയുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പലപ്പോഴും പറയാറുള്ളത്. കേൾക്കുമ്പോൾ നമുക്ക് ആ വിഷയം വളരെ ചെറുതായിട്ട് തോന്നാം, പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പല അനുഭവങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. അങ്ങനെയുള്ളൊരു വിഷയമാണ് നമ്മൾ പൊതുവെ മനുഷ്യൻ ഒരുപാട് ഉയരങ്ങളിലെത്തി നമ്മുടെ ചിന്തകൾ. ഇപ്പോൾ സയൻസിൻ്റെ വഴിയിലാണെങ്കിലും പല കണ്ടുപിടുത്തങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ വളരെ ഉയരങ്ങളിലെത്തി. പക്ഷെ നമ്മുടെ ചില ചിന്തകൾ വളരെ ബാലിശാണ്. അതാണ് മനുഷ്യൻ. ദൈവം നമ്മൾ ഒരുപാട് ആത്മീയമായിട്ടും അതുപോലെ ശാസ്ത്രീയമായിട്ടും ഒക്കെ ചിന്തകളിൽ വ്യത്യാസം വരുത്തിയെങ്കിലും മനുഷ്യനെന്ന ആ ഒരു ആത്മാവ്, പരമാത്മാവ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ പരമാത്മാവ് ഭഗവാനാണെങ്കിൽ, ദൈവമാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ശക്തിയാണെങ്കിൽ, അപ്പോൾ എൻ്റെ എങ്കിൽ അതുപോലെ നമ്മളൊക്കെ അതിൻ്റെ അതേ ഗുണങ്ങളോട് കൂടിയ, പരമാത്മാവിൻ്റെ അതേ ഗുണങ്ങളോട് കൂടിയ കൊച്ചു കൊച്ചു ആത്മാക്കളാണ്. എല്ലാ ഗുണങ്ങളും ഉണ്ട്, പക്ഷേ എല്ലാ ഗുണങ്ങളും അവിടെ നമ്മൾ അതിനെ തെളിഞ്ഞ് നമ്മളിൽ കാണില്ല പലപ്പോഴും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തന്മാരിൽ പലവിധം ഭക്തി, അവരുടെ സവിശേഷതകൾ, ഒരു ഭക്തന് ഏതൊക്കെ രീതിയിൽ ഭക്തി പ്രകടിപ്പിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ കണ്ണിൽ ആരൊക്കെ ഭക്തരാണ്, എങ്ങനെയൊക്കെയാണ് ഭക്തി, എന്താണ് ഭക്തി, ഭക്തി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ 1-2 വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തു. ഇനി അതിൻ്റെ ഓരോ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും ഭാവിയിൽ. ഇപ്പം ഞാൻ വരുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ചാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമുക്ക് മനസ്സിൽ ഭക്തിയുണ്ട്. ഒരു ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം, അവിടെ ഉപദേവതകളൊക്കെ ഉണ്ട് ഒരുപാട്. അല്ലെങ്കിൽ അയ്യപ്പൻ്റെ മുഖ്യ ക്ഷേത്രം, അതിൽ ഉപദേവതകളായിട്ട് ദേവി, മുരുകൻ, കൃഷ്ണൻ, ശിവൻ, അല്ലേ, അതുപോലെ നാഗപ്രതിഷ്ഠയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഗണപതി, നമുക്കവിടെ ചെന്നാൽ ഒരു സംശയമാണ് പല കാര്യങ്ങൾക്കും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇത് ഞാൻ ചെയ്താൽ തെറ്റിപ്പോവോ, തെറ്റിപ്പോയാൽ അതിൻ്റെ എന്തായിരിക്കും അതിൻ്റെ അനന്തരഫലം, ഇത് ചിന്തിച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒരുപാട് വിഷമിക്കുന്നത്. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. എങ്ങനെയാണ് ഇത് ഞാൻ സോൾവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് എന്നെ ഇത് ബാധിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഭക്തിയുടെ ഒരു വിഭാഗത്തിൽപ്പെട്ടവർ, അല്ലെ ഭക്തരെന്ന് പറയുന്നവർ, ഒരു വിഭാഗം ആളുകൾ സ്ഥിരമായിട്ട് അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുന്നവരാണ്. ഒരമ്പലങ്ങളിൽ പോവും. അമ്പലങ്ങളിൽ പോയിട്ട് ഓരോ വിഗ്രഹത്തിന് മുമ്പിൽ ഒരു ഭഗവാന്റെ, അല്ലെങ്കിൽ ഭഗവാനെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഭഗവാന്റെ
ആ ഒരു പ്രത്യക്ഷമായ സാന്നിധ്യം ഉണ്ട് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്ന വിഗ്രഹങ്ങളുടെ മുമ്പിൽ നമ്മൾ പോയി നിന്നിട്ട് പ്രാർത്ഥിക്കും, നമസ്കരിക്കും. പിന്നെ ആ വിഗ്രഹങ്ങളുടെ ആ ചെറിയ അമ്പലങ്ങളെ നമ്മൾ പ്രദക്ഷിണം നടത്തി വരും. അപ്പോൾ പ്രദക്ഷിണം നടത്തുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിൻ്റെ ചുറ്റും പലതരത്തിലിങ്ങനെ കമത്തി കല്ലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് രൂപത്തിൽ, അറ്റം കുറച്ച് റൗണ്ടായിട്ട് രൂപത്തിൽ പല ഇങ്ങനെ സാധനങ്ങൾ കമത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നയപ്രകാരം പണ്ട് നമ്മൾ പഠിപ്പിച്ചുള്ള അതിൻ്റെ ഉള്ളിൽ കൂടെയല്ല, അതിന് പുറത്തു കൂടി നമ്മൾ പ്രദക്ഷിണം ചെയ്ത് വരണം. പക്ഷെ കാലൊന്നും തട്ടാൻ പാടില്ല. അതിന് വളരെ ബഹുമാനത്തോടെ നമ്മൾ നോക്കി കാണേണ്ടതാണ്. അപ്പോൾ പലരും അവിടെ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ ചിന്തിക്കുന്നത് ഇത് ഉള്ളിൽ കൂടി വരണോ അല്ല പുറമേ കൂടി വരണോ. അപ്പം ക്ഷമിക്കണം, ഇവിടെ ഇലക്ഷൻ്റെ സമയമാണ്. അപ്പോൾ അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഒക്കെ അവസാനത്തെ ദിവസങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമാണ്. എപ്പോഴും സ്പീക്കറും അനൗൺസ്മെൻ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു അമ്പലത്തിൽ നമ്മൾ ചെന്ന് നമസ്കരിച്ച് പ്രദക്ഷിണം വെക്കുമ്പം അവിടെയുള്ള ആ കൊച്ചു കൊച്ചു കല്ലുകൾ അതിനകത്തു കൂടി പോകണോ പുറത്തു കൂടി പോകണോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഇപ്പോഴും. ഒരുപാട് ആത്മീയമായിട്ടൊക്കെ നമ്മൾ ചിന്തിക്കുകയും സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കുകയും അതൊക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷെ നമുക്ക് സ്വയം മാറ്റം വരുത്താൻ, ഒരുപക്ഷെ ഈ സപ്താഹങ്ങളൊക്കെ അവിടെ സംഘടിപ്പിക്കുന്ന അമ്പലത്തിൽ വെച്ചൊക്കെ നടത്തുന്നതും പലർക്കും, പല ഭക്തന്മാർക്കും പല ധാരണകളും തിരുത്താനും, അത് ആർക്കെങ്കിലും തെറ്റായ ധാരണകളുണ്ടെങ്കിൽ, തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് തിരുത്താനും അവരെ നേരെ വഴിക്ക് നയിക്കാനുമാണ് നമ്മൾ പലപ്പോഴും ഈ സപ്താഹങ്ങളൊക്കെ അമ്പലത്തിൽ വെക്കുക. മുഴുവൻ കഥ പറഞ്ഞ് എല്ലാം കേട്ടിരുന്നിട്ട് നമ്മൾ ചോദിക്കും, രാമന് സീത എപ്പടി. അതാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം പറഞ്ഞിട്ടും എന്തിനാണ് പറഞ്ഞത്, അതിലൂടെ എന്താണ് ആ ഒരു സപ്താഹം നടത്തുന്ന ഗുരുതുല്യനായ മനുഷ്യൻ നമുക്കെന്താണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്, അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു വ്യക്തത നമുക്ക് വരുന്നില്ല. എല്ലാം കണ്ടിട്ടും നമ്മുടെ മനസ്സിൽ ചിലത് പ്രതിഷ്ഠിച്ചു പോയ, അല്ലെങ്കിൽ നമ്മളെ ഒരു അനുഷ്ഠാനങ്ങളുണ്ട്, നമ്മുടെ മനസ്സിൽ തറച്ചു പോയ ചില വിശ്വാസങ്ങളുണ്ട്, അടിയുറച്ച് നാം വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലപ്പുറം ഒരു മില്ലിമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രശ്നം. അപ്പം നമ്മൾ എന്തിനാണ് സപ്താഹം കേട്ടത്? നമുക്ക് ഗുരുതുല്യനായ മനുഷ്യൻ ഇത്രയും ആധ്യാത്മികമായ അറിവുകൾ തന്നപ്പം അതുപയോഗിച്ചിട്ട് യുക്തിപരമായിട്ട് നമ്മളിൽ മാറ്റം വരുത്തണം, നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തണം, നമ്മുടെ ആധ്യാത്മിക അനുഷ്ഠാനങ്ങളിലൊക്കെ നമ്മൾ മാറ്റം വരുത്തണം. എങ്കിൽ മാത്രമല്ലേ നിങ്ങൾ ആ ഒരു ആഴ്ച അവിടെ പോയിരുന്ന് ഇതൊക്കെ കേട്ടതിൻ്റെയൊക്കെ ഗുണം കിട്ടുള്ളൂ. നമ്മുടെ ഭക്തിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളുടെ ആ സപ്താഹത്തിനൊക്കെ പങ്കെടുത്തത്. ആ സപ്താഹത്തിൽ പങ്കെടുക്കുന്ന കാര്യം അത് വേറെ കഥയുണ്ട്. കാരണം ആളുകൾ വരുന്നതിനെ ഒരു 10-11 മണി അല്ലെ 11:30 ആകുമ്പോൾ വന്ന് കേൾക്കാൻ അവിടെ ഇരുന്ന് 12:30 അല്ലെങ്കിൽ 1 മണിക്ക് നല്ല സദ്യ നമ്മളവിടെ അമ്പലത്തിൽ അതിൻ്റെ ഭാരവാഹികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവും. അത് കഴിക്കുന്നു, തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അല്ലാതെ രാവിലെ മുതൽ വന്ന് ഇരുന്ന് എല്ലാം കേട്ട് മനസ്സിലാക്കി വൈകിട്ട് വരെ ഗുരുതുല്യനായ മനുഷ്യൻ പറഞ്ഞു നിർത്തുന്നവരെ കേട്ട് അങ്ങനെ 7 ദിവസങ്ങളും കേട്ട് വരികയാണെങ്കിൽ കൃത്യമായ അറിവ് നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്നത് പലപ്പോഴും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ആയിരിക്കും. അങ്ങനെ ഒരു വാല് മാത്രം കിട്ടുമ്പോൾ, ഒരു കഷ്ണം മാത്രം വാക്ക് ഒരു വാചകത്തിൽ നമ്മൾ മാറ്റുമ്പോൾ ഒരുപക്ഷെ ടോട്ടൽ വാചകത്തിൽ അടങ്ങിയിട്ടുള്ള ആ അർത്ഥത്തിൽ നിന്ന് തികച്ചും വിഭിന്നമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഒരുപക്ഷെ വിപരീതമായ അർത്ഥത്തിലായിരിക്കും പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട്
അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ മോശം എന്നുള്ളത് നമ്മൾ പോകുന്നു. അതുപോലെ നാരായണീയങ്ങൾ നടക്കാറുണ്ട്. നാരായണീയങ്ങളൊക്കെ, നാരായണീയ പ്രോഗ്രാമൊക്കെ, നാരായണീയ പാരായണങ്ങളൊക്കെ എല്ലാ ഞായറാഴ്ചകളും ഞങ്ങളുടെ അമ്പലത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ അവിടെ ഉണ്ടാകുമ്പോൾ അത് നമ്മളോട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, നമ്മളോട് അടുത്ത ആൾക്കാരതാണ് പൂജയെങ്കിൽ നമ്മളവിടെ പോയിട്ടില്ലെങ്കിൽ മോശമല്ലേ എന്നുള്ളത് കൊണ്ടൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരും. പൂർണ്ണമായിട്ടൊന്നുമല്ല. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു പക്ഷേ ആ ഒരു നാമാർച്ചന നമ്മൾ നടത്തിയില്ലെന്ന് വരും. അത് മറ്റുള്ളവർ ബോധിപ്പിക്കാൻ വേണ്ടി ചെയ്തു വരും. അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ആൾക്കാർ ബോധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ കൂടി നിങ്ങൾ വന്നിട്ട് ആ നാമം കേൾക്കുകയും നാമം ജപിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം ഈ കലിയുഗത്തിൽ നമുക്ക് ആരായാലും കിട്ടുന്നതാണ്. ഭക്തിയോടെ ഇരുന്നാലും ഭക്തി ഇല്ലാതിരുന്നാലും നിങ്ങൾ വായുന്ന ആ നാമം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ നാമം നിങ്ങൾ ചെവിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സത്യം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും നമ്മളിപ്പോഴും ആദ്യത്തെ ആ പടിയിൽ വന്ന് നിൽക്കുകയാണ്. കാരണം മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്താൻ നമുക്ക് പറ്റിയിട്ടില്ല, അതിനനുസരിച്ച് മാറാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ മാറ്റം വളരെ അനിവാര്യമാണ്. അതുപോലെ ഈ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. സത്യം പറഞ്ഞാൽ ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വികാര വിക്ഷോഭങ്ങൾ, നിങ്ങൾ ദേഷ്യം, പ്രധാനമായിട്ട് ദേഷ്യമാണ്. ദേഷ്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ അത്രയും അത്യുന്നതിയിൽ നിന്ന്, അത്രയും ഉയരങ്ങളിൽ നിങ്ങൾ ആത്മാത്മികമായി ഉയർന്നിരിക്കുന്നു, നിൽക്കുന്ന അവിടെ നിങ്ങൾ തീരെ താഴോട്ട് പതിക്കുകയാണ്, സീറോയിൽ വന്ന് നിൽക്കുകയാണ്, വട്ടപൂജ്യത്തിൽ വീണ്ടും പിന്നെ ആദ്യമേൽക്ക് തുടങ്ങണം. അപ്പോൾ ദേഷ്യം എന്ന കാര്യത്തിന്, അല്ലെങ്കിൽ ദേഷ്യത്തിൽ മറ്റുള്ളവർ ദുഷിക്കുമ്പോൾ, മോശമായ പദങ്ങൾ അവരെ ഉപയോഗിക്കുമ്പോൾ, അവരെ ശപിക്കുമ്പോഴൊക്കെ നമ്മുടെ ഈ പുണ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുണ്യം ഒന്നും നിലനിൽക്കാൻ നമ്മൾ ദേഷ്യത്തെ നിയന്ത്രിക്കണം, വികാരങ്ങളെല്ലാത്തിനെയും നിയന്ത്രിക്കണം. അതിലേറ്റവും കടുപ്പമുള്ള പ്രശ്നമുള്ളതാണ് ദേഷ്യം. അതുകൊണ്ട് മറ്റുള്ളവർക്കും വിഷമം ഉണ്ടാകുന്നുണ്ട്, മറ്റുള്ളവരുടെ മനസ്സിനെ ഒരുപാട് സ്പർശിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ക്ഷീണിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സഹായത്തിന് ആരെയും കിട്ടിയില്ലെങ്കിൽ, സഹായിക്കാൻ വരാതിരുന്നവരെ കാണുമ്പോൾ നമുക്ക് അവരുടെ പുച്ഛവും ദേഷ്യമൊക്കെ വരും, വിളിച്ചു പറയും. അപ്പം നമ്മളിത്രയും ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടാതെ പോകുന്നു. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഈ സപ്താഹത്തിന് പങ്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ നാരായണീയം വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ സഹസ്രനാമാർച്ചനയിൽ ഞാൻ പങ്കെടുത്തു, അതുകൊണ്ട് എനിക്കെന്ത് ആധ്യാത്മികമായി ഗുണം കിട്ടി എന്ന് തീർച്ചയായും ചിന്തിക്കണം. ഇവിടെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ന് പറയുമ്പോഴും ഓരോരുത്തരും, ഓരോ വ്യക്തിയും സ്വന്തമായി മാനസികമായ നേട്ടങ്ങളുണ്ടാക്കുമ്പോൾ അതൊരു സമൂഹത്തിനെ തന്നെ പടുത്തുയർത്തും. അപ്പോൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കണം, സ്വന്തം കയ്യിലാണിത്. ആദ്യം നമ്മൾ ഈ ദേഷ്യത്തിനെയും വല്ല വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടതായിട്ട് വരും. പിന്നെ മെല്ലെ മെല്ലെ നിയന്ത്രിച്ച് പുറത്തേക്ക് വരാൻ പറ്റാത്ത അവസ്ഥ, പാടില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരു കാലത്ത് മെല്ലെ മെല്ലെ ആ ഒരു അങ്ങനെയുള്ളൊരു വികാരം നിങ്ങൾ മറന്നുപോകും. അത് ആ വികാരം നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ തീർച്ചയായും ആദ്യം അതിനെ നിയന്ത്രിക്കണം. നിയന്ത്രിക്കാവുന്ന തമാശയൊന്നുമല്ല. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്നൊരു ദിവസം നമുക്ക് മാറ്റാൻ പറ്റില്ല. അതിനൊരുപാട് പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനം ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്നൊരു ദേഷ്യം നമ്മൾ നിയന്ത്രിക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്, മെൻ്റൽ പ്രഷർ വരുന്നുണ്ട്, അല്ലേ? മെൻ്റൽ പ്രഷർ വരുന്നുണ്ട്. അതൊക്കെ സഹിക്കാനും അതിൻ്റെ അനന്തരഫലങ്ങളൊക്കെ സഹിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കെട്ടുറപ്പ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാരണം
ഞാൻ പറഞ്ഞു വന്നത് മെയിൻ നമ്മൾ എന്തിനു വന്നോ അത് കാര്യം നടക്കാതെ ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു പോകും. നമ്മളൊരു പുഷ്പം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുമ്പോൾ മനസ്സോടെയാണ്, നമ്മുടെ മനസ്സാണ് നമ്മളവിടെ സമർപ്പിക്കുന്നത്. അതേസമയം മനസ്സില്ലാതെ പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് ആ ബാഹ്യപ്രവൃത്തി അല്ലെങ്കിൽ ഭൗതികമായിട്ട് മാത്രം നമ്മളവിടെ ഉണ്ടായിരുന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടുന്നില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ വീഡിയോ ഒരുപാട് വലുതായിപ്പോയി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ്. ഇനിയും അത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കാം. ഒരു മനുഷ്യൻ മനുഷ്യനാവണം, അല്ലെങ്കിൽ ഒരു ഭക്തൻ യഥാർത്ഥ ഭക്തനാവുന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ തുടങ്ങണം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, സുരേഷ് പുനൂർ, പൂനെ.